പോവാ. Where's the card? കുഞ്ഞാവേ എന്ത് കാർഡ് ഞാൻ എടുത്തില്ല. ഹലോ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ കൂടെയാണ്. അപ്പം അതിൻ്റെ കുറച്ച് സങ്കടമുണ്ട്. കാരണം ആ ഒരു പ്ലേസുമായിട്ട് നമ്മൾ നന്നായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രസമുള്ള സ്ഥലം, ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ ഓരോ ആചാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങൾ എല്ലാം അടിപൊളിയായിട്ടുള്ളൊരു ആ ഒരു വൈബിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു പോവുകയാണല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ എന്തായാലും അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം തേർഡ് ഡേ എന്ന് പറയുന്നത് ഒരു ലോങ് ട്രാവൽ ഡേ ആയിരുന്നു. കാരണം നമ്മൾ നിന്നിരുന്നത് ബാക്കു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ബാക്കുവിൽ നിന്ന് ഷഹദാഗ് എന്ന് പറഞ്ഞിട്ട സ്ഥലത്തിലേക്ക് കുറച്ച് ദൂരം, അതായത് ഒരു 4 മണിക്കൂർ നമ്മൾ കാറിൽ ട്രാവൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അന്ന് കണ്ടു. നമ്മളെ പെട്രോൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കാറിലിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി, ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. അവിടെ നിന്നൊരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു വാഷ്റൂമിൽ പോയി നമ്മൾ. അപ്പം അവിടെ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിരുന്നത്. അപ്പം നോർമലി എന്താ പറയുക, നമ്മളങ്ങനെ വാഷ്റൂമിൽ പോകുമ്പോൾ പെയ്ഡ് ഞാൻ എവിടെയും നമ്മളെ നാട്ടിൽ ഞാൻ 1-2 സ്ഥലത്തൊക്കെ നമ്മുടെ ബസ് സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിവിടെയും അതുപോലെ തന്നെ നമ്മളിപ്പം അസർബൈജാൻ പോയ സ്ഥലത്താണെങ്കിലും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ സ്ത്രീ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ ആളെടുത്ത് ചിരിച്ചു. നമ്മൾ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആളെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ 1-2 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ കോയിൻസ് ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്, ഇവിടെ പെയ്ഡാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യെസ്, ഇവിടെ പെയ്ഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ എന്നെ നോക്കിയിട്ട് പൈസയാണ് ചോദിക്കുന്നത്. അപ്പം അവർക്കും ഭാഷ അറിയില്ല. അവരുടെ മുഖത്തിൻ്റെ ഭാവം അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായി ആൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡ് വരും, കൊണ്ടുവന്ന് വരും, ഞാൻ പോയിട്ട് പൈസ എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും മിക്ക ഉറങ്ങുന്ന കാരണം ഞാൻ ആദ്യം പോയി, പിന്നെ മിക്ക വന്നത്. അപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞു എൻ്റെ പൈസ കൊണ്ട് കൊടുത്തോട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇക്ക പൈസ കൊണ്ട് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ വിചാരിച്ച് ഞാൻ പറ്റിച്ചിറങ്ങി പോരുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റഷ്യയുടെ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നിന്ന് റഷ്യയിലേക്ക് എനിക്ക് തോന്നുന്നു 2 hours അങ്ങനെ എന്തോ ഡ്രൈവാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അസർബൈജാൻ ടൈമുള്ളവരും അതുപോലെ തന്നെ കാശുള്ളവരും അസർബൈജാൻ പോകുന്നുണ്ടെങ്കിൽ റഷ്യ ഇവിടെ കണക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. കാരണം നമ്മൾ ബോർഡറൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പോണ വഴിയൊക്കെ നല്ല രസമുള്ള വഴിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് വണ്ടിയിൽ കയറിയതും മിക്കു ആദ്യം കിടന്നുറങ്ങി, പിന്നെ ഇക്ക ഉറങ്ങി, പിന്നെ പിന്നാലെ ഞാനും ഉറങ്ങി. അപ്പോൾ അങ്ങനെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2-3 ദിവസത്തെ ഉറക്കമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയല്ലാത്ത കാരണം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയിൽ കയറുക കിടന്നുറങ്ങുക ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതെന്തപ്പോൾ ഇത് ഇത്ര നേരമായി ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ അതിശയമായിരുന്നു നമ്മളുടെ ഉറക്കം കണ്ടിട്ട്. അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തത് റൂമിൽ നിന്ന്. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നത്തെ ആ ഒരു ഡേ എൻഡ് ചെയ്യുന്നത് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് നമ്മൾ റൂമിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളൊരു സ്ഥലം.
പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ, അങ്ങനെ ഒരു ലോങ് ഫോറസ്റ്റ് ഏരിയയാണ് നമ്മൾ പോയി കവർ ചെയ്തത് 3rd ഡേ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുവിധം എല്ലാ ആക്ടിവിറ്റിയും ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കേബിൾ കാറും അതുപോലെ നമ്മുടെ റോപ്പ് കാറൊക്കെ അല്ലേ നമ്മൾ, അതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പോയപ്പോൾ നമ്മളാകെ റോളർ കോസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു 1.5 കോസ്റ്ററായിരുന്നു. അതും കേബിൾ കാർ മാത്രമേ ചെയ്തുള്ളൂ. കാരണം നമ്മൾ പോയ സമയത്ത് 9 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ വെതർ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറിയതും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശ് പോയ പോലെയായി. കാരണം ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഒരു വ്യൂവും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് മൂടി കെട്ടിയൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒന്നും നമുക്ക് ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നില്ല. പക്ഷേ കോസ്റ്റർ അടിപൊളിയായിരുന്നു. കോസ്റ്റർ എന്താ പറയുക, ഇപ്പോൾ അസർബൈജാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കോസ്റ്റർ. അവിടുത്തെ കോസ്റ്റർ എന്ന് പറയുന്നത് അതൊരു 1.5 കോസ്റ്ററാണ്. പിന്നെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഒരു സീനറി വരച്ചു വെച്ച പോലെ തോന്നുന്നില്ലേ? അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ആക്ടിവിറ്റീനെ പറ്റി പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലൗഡി ആയിരുന്നുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വെറുതെ പൈസ ചിലവാക്കിയിട്ട് ആക്ടിവിറ്റി ചെയ്തിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അതായത് ആ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വലിയ കഥയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളധികം ഒന്നും ചെയ്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം അസർബൈജാൻ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണാണ് അവിടുത്തെ. അപ്പോൾ നമ്മൾ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒടുക്കത്ത തണുപ്പ്. ഞാനും വിറക്കുന്നു, മിക്കു വിറക്കുന്നു. അപ്പോൾ മിക്കുവിൻ്റെ കയ്യിലുള്ളത് സത്യം പറഞ്ഞാൽ സോക്സാണ്, കാലും മെടുന്ന സോക്സാണ്. എൻ്റെ കയ്യിൽ ഞാനത് ജസ്റ്റ് ഒന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, കാലും മെടുന്ന സോക്സ് എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ അത് ഗ്ലൗസും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവനക്ക് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ ആ ഗ്ലൗസ് ഇട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാൻ സോക്സ് ഇട്ട് കൊടുത്തു കയ്യുമ്മ. കാരണം അടാറ് തണുപ്പായിരുന്നു. പിന്നെ ഞാൻ അവന് വേണ്ടിയിട്ട് ക്യാപ്പും ഗ്ലൗസും സോക്സും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. കുട്ടികൾക്ക് നമ്മൾ എന്തായാലും എക്സ്ട്രാ ഒരെണ്ണം കരുതൂലോ. പക്ഷേ നമ്മൾക്ക് രണ്ടുപേർക്കും നമ്മളങ്ങനെ എടുത്തൊന്നുമില്ല. ഞങ്ങളാണെങ്കിൽ അന്നിട്ടത് ഭയങ്കര നൈസായിട്ടുള്ള കാഷ്വൽ ഡ്രസ്സായിരുന്നു. അപ്പം നല്ല ഒട്ടുക്കത്തെ തണുപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എന്ത് മനുഷ്യന്മാരാണിത് ഇത്രയും കൊടും തണുപ്പിൽ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ കോസ്റ്റർ റൈഡിൽ കയറുമ്പോഴായാലും എന്താ പറയുക, മിക്കുവിനെ കയറ്റാൻ അവിടുത്തെ ആൾക്കാരിങ്ങനെ കയറുമോ, കാരണം അത്രയും തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അവൻ കയറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൻ ആ കോസ്റ്ററിൽ കയറ്റുന്നത്. എന്നിട്ടെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വരുമ്പം അവർ തന്നെ പറയുന്നുണ്ട്, എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ, സ്ട്രോങ് ബോയ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും തണുപ്പിൽ എന്താ പറയുക, നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് തന്നെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര തണുപ്പായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അവൻ അത്രയും പിടിച്ചു നിന്നതിന് ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ട്രോങ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കര എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ അപ്പോൾ അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 30 മനാത്തങ്ങാണ്ടായിരുന്നു കോസ്റ്ററിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. What in the? See? Excuse me.
Mikael, look. Look at me. Mikael. എന്റെ പൊന്നോ രക്ഷയില്ലട്ടാ, തണുത്തിട്ട് മിക്കൊക്കെയും കൂടി ഫ്രണ്ടിൽ പോകേണ്ട മിക്കോൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ തന്നെ എത്തി നമ്മളെത്തി തിരിച്ചെത്തി. It's too cold but it's too nice. മുക്കൊക്കെ നോക്ക്. അല്ലെങ്കിൽ വീഡിയോ എടുത്തിരുന്നാ? വീഡിയോ ഇത് മിസ്സായി. ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ലേ, പക്ഷെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അത് നമ്മൾ അവിടെ നിന്ന് മാറ്റി. അതായത് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ ആ ഒരു മൂമെന്റ് എന്ന് പറയുന്നത് ഒരു സ്ലോ മൂമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒടുക്കത്തെ കോസ്റ്റർ വരുന്നത്. അപ്പം നമ്മൾ അവിടെ നിർത്തി, പിന്നെ നമ്മളെ വേറൊരു ഇതിലേക്ക് കയറ്റും. എന്നിട്ടാണ് അത് സ്പീഡിൽ പോണത്. എൻ്റെ പൊന്നോ, ഞാനൊരു പോക്ക്. ശരിക്കും അത് നമുക്ക് കൺട്രോൾ ചെയ്യാം, പക്ഷേ എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെ അവർ പറഞ്ഞു തന്നു ആക്ച്വലി ഇത് കൺട്രോൾ ചെയ്യാന്നുള്ളത്. പക്ഷേ കയറിയേക്ക് തന്നെ സ്പീഡാണ് പോയത്. അപ്പോൾ പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണോ രസം, സംഭവം നല്ല രസമുണ്ട്. ഇങ്ങനെ പോകാനൊക്കെ നല്ല അഡ്വഞ്ചറാണ്, നല്ല അടിപൊളി സാധനം. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊക്കെ മറന്നു. ലാസ്റ്റ് എത്തുന്ന സമയത്താണ് ബ്രേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ പോകുന്നത് കൺട്രോൾ ചെയ്തിട്ട് വീഡിയോ എടുക്കുകയായിരുന്നുണ്ടെങ്കിൽ പിന്നെയും കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കിട്ടിയില്ല. പക്ഷെ അവർ ഇങ്ങനെ ഫോട്ടോ ക്ലിപ്സുകൾ എടുത്തത് 2 ഫോട്ടോ നമുക്കൊരു എന്താ പറയുക, ആ ഒരു അഡ്വഞ്ചർ നമുക്ക് ആലോചിക്കാൻ ആ 2 ഫോട്ടോ മാത്രമാണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഒരു ഹോട്ട് ചോക്ലേറ്റ്, കുറേ കാലമായിട്ട് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അതൊക്കെ നമ്മൾ കുടിച്ചു. ഇപ്പോഴാണ് മിക്കൂന് നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മിക്കൂന് വിശന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ പിസ്സ ഹട്ടല്ല, വേറെ ഏതോ ഒരു പിസ്സയുടെ ഒരു ഷോപ്പിലേക്ക് പോയി. ഞാനും മിക്കും കൂടെ അവിടെ പോയി ഒരു പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഇക്ക വാഷ്റൂമിൽ പോയി. അങ്ങനെ അപ്പോൾ നമ്മൾ പിസ്സ ഒക്കെ ഓർഡർ ചെയ്തു, പിസ്സ ഒക്കെ കഴിച്ചു. ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ വലിയ റൗണ്ട് വലിയ സ്ലൈസ് പിസ്സ, അങ്ങനെയാണ് അവിടുത്തെ റേറ്റ് വരുന്നത് ഈ ഷോപ്പിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പെപ്പറോണി പിസ്സ ഒക്കെ പറഞ്ഞു. കാറല്ലേ, കേബിൾ കാറിൽ കയറാൻ പോകണം. Are you ready? Are you ready? നിൽക്കുക, നോക്കടാ. ആടോ ഒന്ന് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അതാ വന്ന് കേബിൾ കാർ. അവനൊന്ന് എടുക്കോ, അവനൊന്ന് എടുക്ക. യെസ്, അയാള് ജിലായിട്ടാണല്ലോ നിക്കണത്. കാണണാവോ? ആണ്ടല്ലോ അടിയില്. ഇതിപ്പോ നമ്മളൊന്നും അറിയുന്നില്ല. അതെ, ശരിക്കും കിട്ടില്ല വ്യൂ കിട്ടണ്ടാണ് ഇവിടെ നമുക്ക്. സത്യം മിസ്സായി.
അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നേരെ പിന്നെയും ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു ഈ ഒരു ഫോറസ്റ്റിലേക്ക്. ഇത് ക്യൂബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ക്യൂബ ലോങ് ഫോറസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പോയത് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവും അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫോറസ്റ്റ് ട്രിപ്പായിരുന്നു, ഒരു ഫോറസ്റ്റ് റൈഡ് എന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ബൈക്കിൽ പൊട്ടിയ വിഷമം കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ട് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞത് അങ്കിൾ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ അങ്കിളാണ് നമുക്ക് അന്ന് നമ്മുടെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത ആളാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ റഷ്യയുടെ ബോർഡറാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് നമ്മൾ ഈ ഫോറസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ് ഈ റഷ്യയുടെ ബോർഡർ വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീണ്ടും നമ്മൾ കാറിൽ കയറി നമ്മൾ നേരെ പോവാണ്, എയർപോർട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. വീണ്ടും നമ്മൾ ഉറങ്ങുകയാണ് ഗൈസ്. അവർ ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്കും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അങ്ങനെ ഞാൻ കിടന്നുറങ്ങുന്നു. പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ വാങ്ങാൻ വേണ്ടി, അതായത് നൈറ്റ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ അവിടെ നമ്മൾ കയറുന്നു. ഇത് അവിടുത്തെ ട്രാഫിക്, അവിടെ ഇടയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ട്രാഫിക്കായിരുന്നു. നമ്മൾ പോകുന്ന അന്ന് കുറച്ച് റഷായിരുന്നു ആ ഒരു റോഡ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് ബ്രാവോ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ കയറി നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഒക്കെ പർച്ചേസ് ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ കുറിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് നോക്കി. പിന്നെ ഷവർമ വാങ്ങിച്ചു. വീണ്ടും നമ്മൾ ഡോണർ ഷവർമയാണ്, അവിടെ വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഡോണർ ഷവർമയാണ് വാങ്ങിയത്. അവിടുന്ന് പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് വന്നു. അവൻ്റെ കുഞ്ഞാവനെ താഴ്ത്ത് വെച്ചിട്ട് ഒരു കളിയില്ല. അങ്ങനെ കുഞ്ഞാവനെ കൈ പിടിച്ചിട്ടാണ് ഇരുന്നത്. ഈ ബോർഡിംഗ് പാസ് ആദ്യം ഞാനാണ് കടന്നത് ഇമിഗ്രേഷന് വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ലഗേജിൽ കുറച്ച് എന്താ പറയുക, വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവർ അവിടെ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീനാക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ വെള്ളവും പോയി, നമ്മൾ വാങ്ങിയ ജ്യൂസും പോയി, എല്ലാം പോയി. ഇപ്പോൾ മിക്കു ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മുടെ 3rd ഡേയും അവസാനിച്ചു. നമ്മൾ നല്ല സേഫായിട്ട് തന്നെ UAE തിരിച്ചെത്തി. അപ്പം ഈ വ്ളോഗും എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. You Lord, the Lord.